ഹായ് മക്കളെ, നമുക്ക് മെയിൻസിൽ ചോദിച്ചിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നുള്ള ചാപ്റ്ററിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് വരുന്ന ഒരു ചോദ്യം എന്ത് ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ, അവർ 3 കോംപ്ലക്സുകൾ തന്നിട്ടുണ്ട്. ആ 3 കോംപ്ലക്സിൻ്റെ അവർ അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത്തിൻ്റെ ഓർഡറാണ് ചോദ്യം. ഇത് നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? അതായത് കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ അപ്ലിക്കേഷനിൽ കളർ ഓഫ് ദി കോർഡിനേഷൻ കോമ്പൗണ്ട് വരുന്ന ഭാഗത്താണ് പറയുന്നത്. ഒരു കോമ്പൗണ്ട് കളർ കാണിക്കാനുള്ള കാരണം എന്താ? നമുക്കറിയാം, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിലുള്ള ആ ഒരു മെറ്റലിൻ്റെ അടുത്തുള്ള ഒരു ഡി ഇലക്ട്രോൺ T2Gയിൽ നിന്നും അടുത്തൊരു സെറ്റ് ഓഫ് EG ഓർബിറ്റിലോട്ട് എന്ത് ചെയ്യും? ട്രാൻസിഷൻ നടക്കും. ഈ ഒരു DD ട്രാൻസിഷൻ മൂലമാണ് ഒരു കോമ്പൗണ്ട് കളർ കാണിക്കുന്നത്. അപ്പോൾ കളർ കാണിക്കാൻ ഇയാൾ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിൻ്റെ എനർജിയുടെ ഓർഡറോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഓർഡറോ അല്ലെങ്കിൽ വേവ് നമ്പറിൻ്റെ ഓർഡറോ ചോദിക്കാം, അല്ലെങ്കിൽ വേവ് ലെങ്ത്തിൻ്റെ ഓർഡറും ചോദിക്കാം. നമുക്കറിയാം, എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വേവ് നമ്പർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് എന്ന് നമുക്കറിയാം. അപ്പം എനർജി കൂടിയ ഓർഡർ ചോദിക്കുകയാണെങ്കിലും, ഫ്രീക്വൻസി കൂടുന്ന ഓർഡർ ചോദിക്കുകയാണെങ്കിലും, വേവ് നമ്പർ കൂടുന്ന ഓർഡർ ചോദിക്കുകയാണെങ്കിലും 3 ചോദ്യം ആക്ച്വലി സെയിം ചോദ്യമാണ്. കാരണം 3 ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. എനർജി കൂടുന്ന ഓർഡറും വേവ് ലെങ്ത് കുറയുന്ന ഓർഡറും ചോദിക്കുകയാണെങ്കിൽ അതും സെയിം ചോദ്യമാണ്. കാരണം എനർജിയും വേവ് ലെങ്ത്തും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ നമുക്കറിയാം, ഇവിടെ 3 ടൈപ്പ് ലിഗൻഡ് ഉണ്ട്. EN ഉണ്ട്, NH3 ഉണ്ട്, അതേപോലെ വാട്ടറും ഉണ്ട്. ഏതാ സ്ട്രോങ് ലിഗൻഡ്? ഇതിൽ EN ആണ് സ്ട്രോങ് ലിഗൻഡ്. സ്ട്രെങ്ത് ഓഫ് ലിഗൻഡ് കൂടുമ്പോൾ ഈ T2Gയും EGയും നമ്മൾ എനർജി ഡിഫറൻസ് എന്ത് ചെയ്യും? കൂടും. അതിൽ ഏറ്റവും സ്ട്രോങ് EN ആയതുകൊണ്ട് ഈ കോംപ്ലക്സിലായിരിക്കും T2Gയും EGയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഏറ്റവും കൂടുക. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഇലക്ട്രോൺ ഇങ്ങോട്ട് ട്രാൻസിഷൻ നടന്ന് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഹൈ എനർജിയുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഹൈ വേവ് നമ്പറുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലോ വേവ് ലെങ്ത്തുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് ഉള്ളിടത്തായിരിക്കും ഏറ്റവും ലോ വേവ് ലെങ്ത്ത് വേണ്ടി വരിക. അതുകൊണ്ട് ഏറ്റവും ലോ വേവ് ലെങ്ത്ത് വേണ്ടിയവർ ഇയാൾക്കാണ്. പിന്നെ അതിൽ സ്ട്രെങ്ത് കൂടുതലുള്ളത് NH3ക്കാണ്. പിന്നെയാണ് ആർക്ക് വരിക? വാട്ടറിന് വരിക. അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയൊരു ക്വസ്റ്റ്യനിലൂടെ തന്നെ നമ്മൾ കുറേ കൺസെപ്റ്റ് എന്ത് ചെയ്തു പഠിച്ചു. അതേപോലെ തന്നെയാണ് ഇനി നമ്മൾ ലാസ്റ്റിലോട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? കൺസെപ്റ്റ് റെഡിയാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? ഇനി വരുന്ന LMRP ബാച്ചിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആക്ച്വലി ഇങ്ങനെ തന്നെയാണ്. അതായത് 2000 ഇതിന് മുമ്പത്തെ 2 വർഷത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? കൺസെപ്റ്റ് എന്ത് ചെയ്യും? പഠിക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യൻസിലൂടെ തിയറിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഓരോ ടോപ്പിക്കും എന്ത് ആക്കണം? ക്ലിയർ ആക്കണം. ലാസ്റ്റിൽ പഠിക്കേണ്ട രീതിയും അത് തന്നെയാണ്. ക്വസ്റ്റ്യൻസിലൂടെ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. അപ്പോൾ അതാണ് ആക്ച്വലി നമ്മൾ LMRP ബാച്ചിലൂടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആൾറെഡി ഈ ഒരു ബാച്ചിൻ്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവർക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം? ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ചാപ്റ്ററിൻ്റെ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട തിയറിയും പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസിലൂടെ ബാക്കി കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും? ക്ലാസ്സിൽ പറയും. ക്വസ്റ്റ്യൻസിലൂടെയാണ് എന്ത് ചെയ്യുക? മെയിനായിട്ടും നിങ്ങൾ ഈ കൺസെപ്റ്റ് എന്ത് ചെയ്യുക? പഠിപ്പിക്കുക. അപ്പോൾ നമുക്ക് ലൈവിൽ ക്ലാസ്സിൽ വെച്ച് കാണാം. അതുവരെ